സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ദീവാന എന്നാണ് പേര്. ആഹാ തമിഴിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു മിഡിൽ ക്ലാസ് ലവ് സ്റ്റോറിയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എപ്പോഴും മിഡിൽ ക്ലാസിന്റെ ലവ് സ്റ്റോറി അടിപൊളിയായിരിക്കും. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്നാൽ എപ്പോഴും അങ്ങനെ അല്ല എന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഈ സിനിമയിലെ നമ്മുടെ നായകൻ ആളൊരു വേട്ടാവളിയൻ നായകനാണ്. പണിക്കൊന്നും പോവില്ല. ആഴ്ചയിൽ 7 ദിവസവും ആൾക്ക് സൺഡേ ആണ്. 10-28 വയസ്സായിട്ടും തന്തപ്പിടിയെ കഷ്ടപ്പെട്ട് പണിക്കയക്കും. സുഖമായിട്ടാണ് റെസ്റ്റ് ചെയ്യും, സിഗരറ്റ് വലിക്കും, വെള്ളം അടിക്കും, ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി ചുറ്റും. ആൾക്ക് ഭംഗിയുള്ള ഏത് പെങ്കൊച്ചുങ്ങളെ കണ്ടാലും സ്വന്തമാക്കണം. ആമാ ഇവര് പെരിയ രാവണൻ, തനി വേട്ടാവളിയൻ, ഒരു പണിയില്ല, ഒരു തൊരവില്ല, അവന് പണിക്ക് പോകാൻ വയ്യ. പക്ഷെ നല്ല ഭംഗിയുള്ള സുന്ദരിയായ കൊച്ചുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനപ്പ ഇഷ്ക്, പ്രേമ, പ്യാറ്, മുഹബത്ത്. ഒരു കൊച്ചിനെ കണ്ടുമുട്ടുന്നു. ആ കൊച്ചു പറയുന്നു, നീ പോയി ഗവൺമെന്റ് ജോബ് ഒപ്പിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് കെട്ടാന്ന്. പിന്നെ ഇവനെ ഗവൺമെന്റ് ജോബ് കിട്ടുമോ ഇല്ലേ, അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിലെ ഇമോഷണൽ സീൻസ് കിഡു ആണ്. അടിപൊളി ഇമോഷണൽ സീൻസ് ആണ്. എസ്പെഷ്യലി ഇതിന്റെ മ്യൂസിക് വർക്കും കൂടി മിക്സ് ആയി വരുമ്പോൾ അത് തന്ന ഫീൽ അടിപൊളിയായിരുന്നു. പെർഫോമൻസ് വൈസ് ഈച്ച് ആൻഡ് എവരി വൺ, എസ്പെഷ്യലി ഇതിന്റെ ലീഡ് ആക്ടേഴ്സ്, എനിക്ക് ഹർഷിത് റെഡ്ഡിയാണ് ഇതിന്റെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ കൊച്ച് നായികയായിട്ട് അഭിനയിച്ച കൊച്ചു കിഡു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ റൈറ്റിംഗ് അമ്പേ പരാജയം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ മെലോഡ്രാമ കുത്തിക്കേറ്റിയിട്ട്, റോം കോം ആണ് ഇതിന്റെ ജോണർ പറഞ്ഞിട്ട് കോമാളിത്തരം കോപ്രായത്തരം കുത്തിക്കേറ്റിയിട്ട് കൊണ്ടേ തൊലച്ചു. ആ കോമ വെട്ടിക്കളഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് ഫിലിം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇത് അടിപൊളി പടമായിരുന്നു. സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ ഞെട്ടിക്കുന്ന സാധനമായിരുന്നു കേട്ടോ. അൺപ്രഡിക്റ്റബിൾ സാധനം. എനിക്കൊന്നും ഒറ്റ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ ട്രെയിലറിൽ കാണിക്കണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അത് കിട്ടു സാധനമായിരുന്നു. വൺ ഷോക്കിംഗ് സംഭവമായിരുന്നു. എന്നാൽ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആവണ സമയത്ത് ഇവന് ഗവൺമെന്റ് ജോലി ഒപ്പിക്കണം, SI ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് SI ട്രെയിനിങ് കൊടുക്കുന്നത് കള്ളന്മാര്. അവരുടെ അപ്പൊ കുറെ കോമാളിത്തരം ഉണ്ട്. അതിന്റെ ഇടയിൽ വേറെ അനാവശ്യമായിട്ടുള്ള കുറെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഇടയിൽ സ്വന്തം തന്തയും തള്ളയും അവിടെ കിടന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് കമ്മു കൊമ്മു പറഞ്ഞിട്ട് ഇവൻ കമ്മൂനും കൊമ്മൂനും വേണ്ടിയിട്ട് ഇവന്റെ ജോലിക്ക് പോകണത്രേ. ആ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടിയിട്ട് അവൻ അപ്പോഴും ജോലിക്ക് പോകാൻ വയ്യ. കമ്മൂനും കൊമ്മൂനെയും കെട്ടാൻ വേണ്ടിയിട്ട് ഇവന് ജോലിക്ക് പോകാൻ, അതൊന്നും എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയി തോന്നുന്നില്ല. ഇവന് മര്യാദയ്ക്ക് SIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. ആ ഇവൻ ഒരാളുടെ സഹായമില്ല 4 ബുക്ക് കിട്ടിയപ്പോ അവൻ മറ്റേ റിട്ടൺ എക്സാം പാസ്സായി. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്.